ലാഭം കൊയ്യുന്ന രണ്ട് ബിസിനസ്സുകൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒന്ന് ഹോട്ടലും മറ്റൊന്ന് ഹോസ്പിറ്റലുമാ. പേരറിയാത്ത പലതിന്റെയും പിന്നാലെ നമ്മൾ പലരും ഓടാൻ തുടങ്ങി. ഇന്നേതെങ്കിലും ഒരു ചാനലുകാരന് എളുപ്പത്തിൽ റീച്ച് കൂട്ടാനുള്ള മാർഗം ഏതെങ്കിലും ഒരു ഷോപ്പ് തെരഞ്ഞെടുക്കുക, അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കുക, ഒരു 4 കമന്റ് പറയുക, 4 വർണ്ണിച്ചു പറയുക. എത്ര പേരാ യൂട്യൂബന്മാര് മുസ്ലിം സമൂഹത്തെയല്ല ഈ ജനങ്ങളെ വഴികേടിലാക്കുന്നത്? എത്ര കുടുംബങ്ങളിലാ മാരാരോഗം കൊണ്ടുവരുന്നത്? എത്ര പേരാ അവനവന്റെ റീച്ചിന് വേണ്ടി മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നീതി പോലും ചിന്തിക്കാതെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തെയും പത്രത്തിൽ ഒരു ചെറിയ പെട്ടിക്കോള വാർത്ത വന്നിരുന്നു. ആ വാർത്ത ഇങ്ങനെയാ: അജിനാമോട്ടോ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ഗർഭിണികളോ ചെറിയ മക്കളുകളോ ഉപയോഗിക്കാൻ പാടില്ല. നിമിഷ നേരം കൊണ്ട് അവരുടെ ശരീരത്തെ അത് ബാധിക്കും. ജനിക്കാനിരിക്കുന്ന കുട്ടിയെ അത് ബാധിക്കും. കേരളത്തിലെ മുഖ്യധാര ഒരു പത്രങ്ങളും അത് വർണ്ണിച്ചിട്ടില്ല. ഒരു യൂട്യൂബുകാരനും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ആ ഷോപ്പുകാരൻ കൂട്ടുന്നതെന്നും പോലും നോക്കാതെ ഈ ഉമ്മത്തിനെ, സമൂഹത്തിന്റെ ആളുകൾക്ക് നേട്ടമുണ്ടാക്കാനും റീച്ചിനും വേണ്ടി ഭർത്താവും ഭാര്യയും കുടുംബവും ഒരുമിച്ചിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് തിന്നാൻ പോകുന്ന നമ്മളും നമ്മുടെ ശരീരത്തെ കൊല്ലുകയാ. ലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. പടച്ചോൻ തന്ന ആരോഗ്യ അത് ക്ഷയിച്ചാ തീറും എല്ലാ ദുനിയാവിലെ സന്തോഷങ്ങളും. പിന്നീട് പറഞ്ഞവനും പ്രചരിപ്പിച്ചവനും മോടി കൂട്ടിയവനും കമന്റ് എഴുതിയവരും ഒന്നുമില്ലാത്തൊരു ലോകത്ത് ഈ ദുനിയാവിൽ പോലും ഏറെ സങ്കടത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു പൂരപ്പറമ്പിൽ വെച്ച് നാട്ടുകാര് ഒരു കൂട്ടരെ പിടിച്ചു വളഞ്ഞിട്ട് തല്ലി. എന്തേ കാരണം? അവര് ചൂടാക്കുന്ന ശർക്കരയിൽ 4-5 പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് കവറുകൾ ഉരുകി ശർക്കര വെള്ളത്തോടൊപ്പം ചേർന്നു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പം ഉണ്ടാക്കുന്ന ജിലേബി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ. ആ ജിലേബി പൊട്ടിപ്പോയാൽ അതിന്റെ കച്ചവടം കുറയും എന്നതിന്റെ പേരിൽ കണ്ടെത്തിയൊരു നൂതന മാർഗമായിരുന്നു പ്ലാസ്റ്റിക് കവറുകൾ ശർക്കരയിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ മുക്കിവെക്കുകയും ആ ശർക്കര വെള്ളത്തിൽ അത് കലരുകയും ചെയ്യുക എന്നുള്ളത്. സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്നവരും അത് കേട്ട് വർണ്ണിച്ചതിന്റെ പേരിൽ ക്യൂ നിന്ന് വാരിത്തുന്നാൻ പോകുന്നവരും ആലോചിക്കണം. അസ്സിഹത്തു അള്ളാന്റെ നിയമത്താണ് ആരോഗ്യം. ആ ആരോഗ്യം നീങ്ങിപ്പോയാൽ ഒരുത്തനും കൂടെ ഉണ്ടാവൂല.